പൂർണ്ണമായും അവളുടെ മനസ്സറിയണമെന്ന ആഗ്രഹത്തോട് തന്നെയായിരുന്നു അവൻ ആ ചോദ്യം ചോദിച്ചത്. അവനോട് എന്തു മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഒരു നിമിഷം മറുപടിയില്ലാതെ അവളുടെ മിഴികളിൽ പല ഭാവങ്ങൾ വിടരുന്നത് ഒരാകാംക്ഷയോടെ തന്നെ അവനും നോക്കിക്കണ്ടു. അങ്ങനെ നമുക്ക് ജീവിതത്തെപ്പറ്റി മുൻവിധിയോടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സർ. ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതും. അവന് യാതൊരു സൂചനയും നൽകാത്തൊരു മറുപടി. എങ്കിലും എന്നെങ്കിലും ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണല്ലോ വിവാഹം എന്ന് പറയുന്നത്. അപ്പോ തന്റെ പങ്കാളിയാകാൻ പോകുന്ന ആളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. അതെന്താണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വീണ്ടും വീണ്ടും അവൻ ആ ചോദ്യം തന്നെ ആവർത്തിച്ചു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നും ഇല്ല കണ്ണേട്ടാ. ഞാൻ ഈ നമ്പറിൽ നിന്ന് വീട്ടിലേക്കൊന്ന് വിളിക്കട്ടെ കേട്ടോ. അച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ ഒന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞ് അവൾ അവനിൽ നിന്നും അകന്നു മാറിയിരുന്നു. പഠിച്ച കള്ളി തന്നെ. അവൻ മനസ്സിലാണ് പറഞ്ഞത്. ചെറിയൊരു പുഞ്ചിരി അവന്റെ ചുടിയിലും ആ സമയത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. താൻ പോലും അറിയാതെ തന്നിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു മിഥുൻ. വർഷങ്ങൾക്ക് ശേഷം മനസ്സിലൊരു മഴ പെയ്യുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പ്രണയത്താൽ വിണ്ടുകയറി കിടന്ന മരുഭൂമിയിൽ ഒരു കുളിർമാരി എത്തിയിരിക്കുന്നത് പോലെ. എന്താണ് തന്നിൽ തിങ്ങി നിറയുന്ന വികാരത്തിന്റെ പേരെന്ന് പലതവണ അവൻ അവനോട് തന്നെ ചോദിച്ചു. പക്ഷെ ഉത്തരം അജ്ഞാതം തന്നെ. തന്നിൽ തിങ്ങി നിറയുന്ന ആ വികാരത്തിന്റെ പേര് പ്രണയമെന്നാണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴും അവന് സാധിച്ചിരുന്നില്ല. മനസ്സിലെ വേനലിൽ വേരൂന്നിയ വൃക്ഷങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ തളിർച്ചില്ലകൾ കിളിർക്കുന്നുണ്ടെന്ന് അവന് തോന്നി. ഒരിക്കൽ കൊടും വേനലിൽ കരിഞ്ഞുപോയ വൃക്ഷങ്ങൾ ഒരു മാരിയിൽ നിന്നും ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നു. ആ ആശ്വാസം നൽകുവാൻ വേണ്ടി ഏതോ ഒരു മാരി എത്തിയതുപോലെ തൻ്റെ മനസ്സിലും ചില തളിരുകളൊക്കെ വിടരുന്നത് അവൻ അറിഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ കാരണമോ അതവന് മുൻപിൽ അജ്ഞാതം. അല്ലെങ്കിൽ പ്രണയം അവനെ അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അവനിൽ നിന്നും അകന്ന് മട്ടുപ്പാവിൽ വന്നിരിക്കുകയായിരുന്നു സരയു. ആ നിമിഷം അവളും ചിന്തിച്ചു തന്നിൽ വന്നു ചേർന്ന ചിന്തകളെക്കുറിച്ച്. ഒരു ഭാര്യ എന്ന നിലയിൽ എപ്പോഴൊക്കെയോ താൻ ചിന്തിച്ചു പോകുന്നുവെന്ന് അവൾക്കും മനസ്സിലായി തുടങ്ങി. ഒരിക്കലും അർഹതയില്ലെന്നറിയാം. ഒരു കരാറിന്റെ പുറത്തു മാത്രമുള്ള ജീവിതമാണ്. എങ്കിലും എവിടെയൊക്കെയോ താനൊരു സാധാരണ പെണ്ണായി പോകുന്നുണ്ട്. താലി കെട്ടിയവനെ സ്വന്തമെന്ന് കരുതാൻ ആഗ്രഹിച്ചു പോകുന്നുമുണ്ട്. മിഥുൻ എന്ന സ്വരം തന്നിൽ ശ്രുതി ചേർന്നു തുടങ്ങിയത് അവൾ അറിഞ്ഞു. എന്താണ് തന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്? അറിയാതെയാണെങ്കിലും അവൻ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്തേക്ക് കുടിയേറിയോ? അവൾ ചോദിച്ചു. ഇനി ഒരു വിവാഹമില്ലെന്ന് സനൂപിന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പിച്ച് പറഞ്ഞപ്പോ കണ്ണുകൾ നിറഞ്ഞത് അതുകൊണ്ടായിരിക്കാമല്ലേ. ഒരിക്കൽ അവനിൽ നിന്നും തിരികെ പോകണമെന്നും ആ യാത്രയും അത്രമേൽ തന്നെ തളർത്തുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കലും തന്റെ മനസ്സിലുള്ള ഈ വിവരം അവനറിയാൻ പാടില്ല. അർഹത ഇല്ലാത്തതൊന്നും എത്തിപ്പിടിക്കാൻ ഒരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം അവൾ മനസ്സിലെടുത്തു. ആ രാത്രിയോ രണ്ടുപേർക്കും നിർണായകവും. ചിന്തകളും കണക്കുകൂട്ടലുകളും ഒക്കെ കൂടി പിടിവലി നടത്തിയൊരു രാത്രി തന്നെ. നിദ്ര രണ്ടുപേരെയും പുൽകാതെ ആ മുറിയിൽ മൗനമായി മാറി നിന്നു. ഇരുവരുടെയും ചിന്തകൾക്കിടയിൽ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വന്ന് നിറയുന്നുണ്ട്. കൃത്യമായ ഉത്തരം ലഭിക്കാതെ അവയൊക്കെ സമസ്യകളായി മാത്രം തുടരുകയാണെന്ന് മാത്രം. പിറ്റേ ദിവസം സരയു തന്നെയാണ് നേരത്തെ എഴുന്നേറ്റതും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതും. അത് കേട്ടുകൊണ്ടാണ് മിഥുൻ കണ്ണു തുറക്കുന്നത്. ചെന്ന് നോക്കിയപ്പോഴോ പൂജാമുറിയിൽ നിന്നുമാണ് ഗാനം. പൂജാമുറിയിലെ വിളക്കുകളൊക്കെ തെളിയിച്ച് പ്രാർത്ഥനയിലുമാണ് സരയു. ആരും കേട്ടു നിന്ന് പോകുന്ന രീതിയിൽ ഇമ്പമാർന്ന സ്വരമാധുര്യം. ഈശ്വരന് പോലും ഇഷ്ടം തോന്നുന്നത് പോലെ തോന്നി. അവൾ മറ്റൊരു ലോകത്താണെന്ന് മനസ്സിലായതോടെ മിഥുൻ മെല്ലെ മുറിയിലേക്ക് പിൻവാങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് അവൾ അടുക്കളയിലെത്തി ലക്ഷ്മിയെയും കുറേ സമയം സഹായിച്ചു. അതിനുശേഷമാണ് ഗ്രീൻ ടീയുമായി മുകളിലേക്ക് ചെന്നത്. അപ്പോഴേക്കും അവനും ഉണർന്നു. പല്ലൊക്കെ തേച്ച് വെറുതെ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു. അവൾ വരുന്നത് കണ്ടതും ചെറു ചിരി സമ്മാനിച്ച് അവൻ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി. ആഹാ, ഞാൻ ഗ്രീൻ ടീ കുടിക്കുന്നത് തനിക്കെങ്ങനെ അറിയാം? ചെറു ചിരിയോടെയാണ് അവൻ ചോദിച്ചത്. ലക്ഷ്മി അമ്മ പറഞ്ഞിരുന്നു. അപ്പോൾ താൻ ശരിക്കൊരു ഭാര്യയാകാൻ തീരുമാനിച്ചു. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ലക്ഷ്മിയമ്മയോട് ചോദിച്ചറിഞ്ഞു അല്ലേ? അവൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ അവളുടെ മുഖമൊന്ന് മങ്ങിയിരുന്നു. അയ്യോ, അങ്ങനെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയൊന്നുമല്ല. എന്തോ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. എന്താണെങ്കിലും ഞാനൊരു വർഷം കഴിഞ്ഞ് ഇവിടുന്ന് പടിയിറങ്ങാനുള്ളവളാണെന്ന് എനിക്കറിയാൻ കണ്ണേട്ടാ. അത് മറന്ന് ഞാനൊന്നും പ്രവർത്തിക്കില്ല. അവളുടെ വാക്കുകൾ ഇടറിയപ്പോൾ അവനൊന്ന് അത്ഭുതപ്പെട്ടു. ഞാനൊരു തമാശ പറഞ്ഞതാടോ, ജസ്റ്റ് എ ജോക്ക്. സരയു എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി എണ്ണെടുക്കുന്നത് അതത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. തൻ്റെ കാര്യത്തിൽ
എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ അതുമാത്രമാണ്. നമുക്ക് കരാറൊക്കെ പിന്നെ പറയാം. താൻ പോയി കോളേജിൽ പോകാനായിട്ട് റെഡി ആവാൻ നോക്ക്. പിന്നെ സാരി ഒന്നും എടുക്കണ്ട കേട്ടോ. തനിക്ക് നല്ല ഫുൾ സ്ലീവായിട്ടുള്ള അനാർക്കലി നന്നായി ചേരും. നമ്മൾ വാങ്ങിയതിൽ ഒരു ബ്ലാക്ക് അനാർക്കലി ഇല്ലേ, അത് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. ഞാനിതുവരെ തന്നെ അതിട്ട് കണ്ടിട്ടില്ലല്ലോ. അവൻ്റെ വാക്കുകൾ അവളിൽ ഒരത്ഭുതം നിറച്ചിരുന്നു. ചിരിയോടെ തലയാട്ടി അവൾ റെഡിയാകാൻ വേണ്ടി പോയിരുന്നു. അവൻ പറഞ്ഞത് തന്നെയാണ് അവൾ അണിഞ്ഞത്. എന്തോ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവൻ അവളുടെ ചുരിദാറിന് ചേരുന്ന ഒരു കറുത്ത ഷർട്ടായിരുന്നു ഇട്ടത്. രണ്ടുപേരും മുകളിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അരുന്ധതി കുറേ സമയം നോക്കി ആ കാഴ്ചയിലേക്ക് നിന്നു. ഹൃദയത്തിലേക്ക് ആ ചിത്രം പതിപ്പിക്കുന്ന പോലെ. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞാണ് ഇറങ്ങിയത്. ഇടയ്ക്ക് കാറിലേക്ക് കയറുമ്പോൾ സരയു കണ്ടിരുന്നു ഗേറ്റിന് മുൻപിൽ വന്നു നിൽക്കുന്ന കുറച്ച് ആളുകളെ. ഒന്നും പ്രതീക്ഷിച്ച് വന്ന് നിൽക്കുന്നതല്ലവർ. അവൻ്റെ ഒരു കൈവീശലിന് വേണ്ടി. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോകുന്നവരായിരിക്കും. അപ്പോഴായിരിക്കും അവർ അറിയുന്നത് നടൻ മിഥുൻ്റെ വീടാണെന്ന്. അവനുണ്ടോയെന്നറിയാൻ വേണ്ടി വെറുതെ ഗേറ്റിൽ വന്ന് നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ആ താരത്തോടുള്ള ആരാധന മാത്രം ഉദ്ദേശിച്ച് വരുന്നവർ. എല്ലാവരെയും നോക്കി ഒന്ന് കൈവീശി കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഒന്ന് ഹോണും അടിച്ചിരുന്നു. യാത്രയിലുടനീളം എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അറിയാതെ അവൻ്റെ മിഴികൾ അവൾക്ക് നേരെ പാഞ്ഞു പോയിരുന്നു. അതുപോലെ തന്നെ സരീവിൻ്റെയും മിഴികൾ ഇടയ്ക്ക് അവനെ തേടിയെത്തി. അവ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ നിമിഷം രണ്ടുപേരും ജാള്യതയോടെ മിഴികൾ പിൻവലിക്കും. കുറേ സമയം ഇത് തുടർന്നു. സ്റ്റീരിയോയിലെ പ്രണയഗാനങ്ങൾക്ക് ആ നോട്ടത്തിന് മിഴിവേകി തുടങ്ങി. ഇടവഴിയിൽ വെച്ച് കരിക്ക് കണ്ട അവൾ ആകാംക്ഷയോട് നോക്കുന്നത് അവൻ കണ്ടു. തനിക്ക് കരിക്ക് വേണോ? ദാഹിക്കുന്നുണ്ട്. കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ താൻ തന്നെ പോയി വാങ്ങണം. ഞാൻ കുറച്ച് മുന്നിലേക്ക് വണ്ടി നിർത്തും, താൻ വാങ്ങിയിട്ട് വന്നാൽ മതി. ശരി ശരി. ചിരിയോടെ തലയാട്ടി അവൾക്ക് കരിക്ക് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങി. പോകുന്നതിന് മുൻപ് അവൻ പോക്കറ്റിൽ നിന്നും വാലറ്റ് എടുത്ത് അവൾക്ക് നീട്ടി. കാശ് എടുക്കാതെയാണോ വാങ്ങാൻ പോകുന്നത്? ഞാൻ ഓർത്തില്ല. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയൊരു പുഞ്ചിരി തന്നെ. അവൾ പോയ സമയം കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നവൻ. അപ്പോഴും ആ ഗാനത്തിൻ്റെ വരികൾ അവൻ്റെ കാതിലൂടെ ഒഴുകി നടന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. കണ്ണുകൾ തുറന്നവൻ കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ശേഷം അവൻ പറഞ്ഞു, മിസ്റ്റർ മിഥുൻ മേനോൻ, ഐ തിങ്ക് യു ആർ ഇൻ ലവ്. അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ആ സത്യത്തെ അവൻ തിരിച്ചറിഞ്ഞു. ആ സത്യത്തെ തള്ളാനോ കൊള്ളാനോ പറ്റാതെ ഒരവസ്ഥയിലായിരുന്നു ആ സമയത്ത് മിഥുൻ. ഇനിയും ഒരു പ്രണയം, അത് നഷ്ടമായാൽ അത് തന്നെ പൂർണ്ണമായി തകർക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അത്രമേൽ താൻ പ്രണയിച്ചിരുന്നു. ഇനി ഒരിക്കലും പ്രണയത്തിൻ്റെ ഒരു തരളിത ഭാവം പോലും തന്നിൽ ഉണരില്ലെന്നായിരുന്നു ഇത്രയും കാലം താൻ വിചാരിച്ചു വച്ചിരുന്നത്. അത് തന്നിൽ നിന്നും അകന്നിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞു. അതിനുശേഷം താൻ എത്രയോ സ്ത്രീകളെ കണ്ടു. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകതയാണ് ഈ ഒരു പെൺകുട്ടിയോട് മാത്രം തനിക്ക് തോന്നിയത്. അവളുടെ ഓരോ പ്രവൃത്തികളും തന്നെ അവളുടെ ആരാധകനാക്കി മാറ്റി. എവിടെയൊക്കെയോ അമ്മയെ താൻ ഓർത്തുപോയി. അമ്മയുടെ പ്രവൃത്തികളുമായി അവൾക്ക് എന്തൊക്കെയോ സാമ്യതകൾ ഉള്ളതുപോലെ. ഏതൊരു പുരുഷൻ്റെ ജീവിതത്തിലെയും ആദ്യത്തെ സ്ത്രീ സാന്നിധ്യം അവൻ്റെ അമ്മയല്ലേ? തുടർന്നുള്ള ജീവിതത്തിൽ അവൻ എപ്പോഴും തിരയുന്നത് ആ അമ്മയല്ലേ? അമ്മയെപ്പോലുള്ളൊരു സ്ത്രീയെ. പലപ്പോഴും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ പുരുഷന്മാരുടെയും മനസ്സിലെ സങ്കല്പം സ്വന്തം അമ്മ തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, ആകർഷിക്കപ്പെടാൻ വീണ്ടും നിരവധി കാരണങ്ങളുണ്ട്. എവിടെയൊക്കെയോ അവൾ തൻ്റെ ഹൃദയത്തിൽ വേര് പിടിച്ചു. അവളുടെ ചില പ്രവൃത്തികൾ താൻ ആഗ്രഹിച്ച സങ്കല്പങ്ങളിലുള്ളവരായിരുന്നു എന്ന് തോന്നിപ്പിച്ചു. ഒരുപക്ഷെ കാലം തനിക്ക് വേണ്ടി കാത്തുവച്ചതാണോ അവൾ? എല്ലാം ഒരു നിമിത്തമാണ്. അങ്ങനെ പല ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി ഓടി നടന്നു. ഹൃദയം നീറ്റുന്നൊരു പ്രണയം അതവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുചെന്നെത്തിച്ചു. ഉള്ളിൽ തിങ്ങി നിറയുന്ന പ്രണയത്തെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും പറ്റാതെ അവൻ വല്ലാത്തൊരവസ്ഥയിലെത്തി. തനിക്ക് തോന്നിയത് അവൾക്ക് തന്നോട് തിരിച്ചു തോന്നിയില്ലെങ്കിലോ? ഒരിക്കൽ കൂടി ജീവിതം തന്നെ വിഡ്ഢിയാക്കിയാൽ? താലി കെട്ടിയവനോട് തോന്നിയൊരു ബഹുമാനം മാത്രമാണ് ഈ നിമിഷം വരെ അവൾക്ക് തന്നോട് തോന്നുന്നതെങ്കിലോ? അതാണ് തനിക്ക് തരുന്നതെങ്കിലോ? ഹൃദയം മുറിവേൽക്കും. ഇന്നോളം താൻ സ്നേഹിച്ചവരെല്ലാം വലിയ വേദനകൾ മാത്രമാണ് തനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇതും മറ്റൊരനുഭവമാവില്ലെന്ന് ആര് കണ്ടു? ഭയമായിരുന്നു അവനെ പിന്നോട്ട് വലിച്ചത്. എങ്കിലും അവൻ്റെ ഉള്ളിൽ സരയു എന്ന ചിത്രത്തിൽ ഒട്ടും മങ്ങലേൽക്കാതെ നിന്നു.
അത് തൻ്റെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞതെന്ന് മിഥുനും മനസ്സിലായി. അപ്പോഴേക്കും അവൾ തിരിച്ചു വന്നിരുന്നു. ചെറു പുഞ്ചിരി അവൾക്ക് നൽകി അവളുടെ കയ്യിൽ നിന്നും കരിക്ക് വാങ്ങി. അറിയാതെ വിരലുകൾ തമ്മിലൊന്ന് സ്പർശിച്ചു. ഒരു നിമിഷം മിഥുനൊരു അനുഭൂതിയിലേക്ക് പോയി. ഇതിനു മുൻപ് അവളോട് തോന്നാത്തൊരു പ്രത്യേകതരം ഇഷ്ടം അവന് തോന്നി. ഇന്ന് വരെ മോശമായ രീതിയിൽ ഒരു സ്ത്രീയും സ്പർശിച്ചിട്ടില്ല. അവളുടെ ഒരു സ്പർശം പോലും മറ്റെന്തൊക്കെയോ അനുഭൂതികളാണ് തന്നിൽ നിറയ്ക്കുന്നത്. വീണ്ടും ഒരു പ്രണയവല്ലരി തൻ്റെ ഉള്ളിൽ തളിർക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുവൾക്ക് വേണ്ടി. വിധി എന്തൊരു മായാജാലക്കാരനാണല്ലേ! തന്നെ വല്ലാതെ വലയ്ക്കുകയാണ് ആ വിധി. ഓരോ നിമിഷവും തന്നിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്. ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടം മുഴുവൻ എന്നും ശിഖയിലാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നും തന്നെ ആ വിധി ഏകാന്തതയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ഇന്ന് അതേ വിധി തന്നെ മറ്റൊരു വഴിയിലൂടെ വീണ്ടും പ്രണയം ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. എവിടെയാണ് ജീവിതം തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? അവൻ അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ വിധിയുടെ ഈ മായാജാലം അവന് പ്രിയപ്പെട്ടത് തന്നെ. അത്രമേൽ നിർമ്മലമായൊരു പെണ്ണിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ ഓരോ ഭിത്തിയിലും മായ്ക്കാൻ സാധിക്കാത്ത വിധം പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ആദ്യം കോളേജിൽ പോകുന്നോ അതോ വീട്ടിൽ പോകുന്നോ? മിഥുൻ ചോദിച്ചപ്പോൾ വീടെന്ന് ഉത്തരമായിരുന്നു മനസ്സിൽ വന്നതെങ്കിലും കോളേജിലെ സമയം കഴിഞ്ഞു പോയാലോ എന്ന ഭയത്തിൽ അവൾ കോളേജിൻ്റെ പേര് പറഞ്ഞു. കോളേജിൻ്റെ മുറ്റത്ത് മിഥുൻ്റെ ആഡംബര വാഹനം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒന്ന് നോക്കിയിരുന്നു. ഒരു നിമിഷം മിഥുന് അവൻ്റെ കോളേജ് ജീവിതം ഓർമ്മ വന്നു. എല്ലാ കലാലയങ്ങൾക്കും പറയാനുണ്ടാവുക ഒരുപാട് കഥകളാണ്. എന്തിന്, ആ മുറ്റത്ത് നിൽക്കുന്ന വാഗച്ചൂപ്പിന് പോലും ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഓരോ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കഥകൾ, സൗഹൃദത്തിൻ്റെ അലയൊലികളുടെ കഥകൾ. അവൻ പ്രിൻസിപ്പലിനെ വിളിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു വഴി പറഞ്ഞു കൊടുത്തു. അതുവഴിയാണ് മിഥുനും സരയും ഒക്കെ അകത്തേക്ക് കയറിയത്. ആരും കാണാതെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഓരോരുത്തരായി കണ്ടു തുടങ്ങിയിരുന്നു. പിന്നീടത് പലരും പറഞ്ഞ് കോളേജിൽ മുഴുവൻ എത്തി. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയാണ് ഇറങ്ങിയത്. എന്നാൽ ഒരു കോളേജ് മുഴുവൻ മിഥുനെ കാത്തു നിൽക്കുകയായിരുന്നു. അവരെ നിരസിക്കാനും മിഥുന് തോന്നിയില്ല. തന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ തൻ്റെ ആരാധകരെ എന്നും തന്നോട് ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു മിഥുൻ. അവർക്ക് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു സെൽഫി, അതും അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ്. ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ ചിത്രങ്ങൾ വിജയമാക്കുന്ന ഒരു പറ്റം ആളുകൾ. അവൻ അവർക്കെല്ലാവർക്കും നേരെ കൈവീശി. തിരികെ വണ്ടിയിലേക്ക് കയറുന്നതിന് മുൻപും നിരവധി ആളുകൾ അവനെ പൊതിഞ്ഞു. ഒരു വിധത്തിലാണ് അവൻ അകത്തേക്ക് കയറിയത്. ആ സമയത്തും സരയുവിൻ്റെ കൈകൾ അവൻ മുറുകെ പിടിച്ചിരുന്നു. അവളും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇന്ന് വരെ കോളേജിൽ ഒരു പ്രത്യേകതകളുമില്ലാത്തൊരു പെൺകുട്ടി, ആരും അധികം നോക്കുക പോലും ചെയ്യാത്തവൾ, അവളിന്ന് അഭിമാനത്തോടെ ഈ കോളേജിലെ മുറ്റത്ത് വന്നിറങ്ങിയിരിക്കുന്നു. അവനൊപ്പം തന്നെ അവളെ കാണുവാനും ആളുകൾ തടിച്ചുകൂടിയത് അവൾ കണ്ടിരുന്നു. ഇന്ന് വരെ ആരും ശ്രദ്ധിക്കാതെ തന്നെ ആളുകൾ നോക്കുന്നു. അതിന് പിന്നിൽ ഈ ഒരുവൻ്റെ കഴിവാണെന്നറിയാം. എങ്കിലും സരുവിൻ്റെ ഉള്ളിൽ ഒരു കൗതുകം ജനിച്ചു. കണ്ണേട്ടൻ എവിടെയും പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പൊതുവെ അങ്ങനെ എവിടെയും പോകാറില്ല. ഇതിപ്പോൾ ഈ കാര്യത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ത് വിചാരിക്കും? ഭാര്യയുടെ കാര്യത്തിന് ഭർത്താവ് എത്തണ്ടേ? ആ വാചകങ്ങൾ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ഒരു കുളിർമ തന്നെ നിറച്ചു. വീടിൻ്റെ പടിവാതിൽക്കൽ വാഹനം എത്തിയപ്പോൾ സരവിൻ്റെ സന്തോഷം മനസ്സിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. എത്ര സൗകര്യത്തിൽ എവിടൊക്കെ പോയാലും വീട്ടിലേക്കുള്ള യാത്രകൾ അതെന്നും മനോഹരമാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ കുട്ടിയാണ്. വലിയ ആവേശത്തോടെ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. ഓടിച്ചാടി പോകുന്നതിന് മുമ്പ് പുറകിലിരിക്കുന്ന സാധനങ്ങളും കൂടി എടുക്കണം. ചെറു ചിരിയോടെ അവൻ പറഞ്ഞു. സാധനങ്ങളോ? മനസ്സിലാകാതെ അവൾ ചോദിച്ചു. ഇവിടേക്ക് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണ്ടേ? ഞാൻ ഇന്നലെ തന്നെ ആവശ്യമുള്ളതൊക്കെ വാങ്ങി. തന്നോട് പറഞ്ഞാൽ പിന്നെ താൻ വില നോക്കിയല്ലേ സാധനങ്ങൾ എടുക്കൂ. അതുകൊണ്ട് ഞാൻ എല്ലാ മാനേജറെ കൊണ്ട് വാങ്ങിപ്പിച്ചിരുന്നു. എല്ലാവർക്കും ഉള്ള സാധനങ്ങളുണ്ട്. ഒരുപാട് കാശായില്ലേ കണ്ണേട്ടാ? വേണ്ടിയിരുന്നില്ല. വിവാഹ സമയത്ത് വാങ്ങിയതൊക്കെ ഉണ്ടല്ലോ. മടിയോടെ അവൾ പറഞ്ഞു. സ്നേഹബന്ധങ്ങൾക്കൊരിക്കലും വില നിശ്ചയിക്കാൻ പാടില്ല സരയു. അവൻ്റെ ആ വാക്കുകളിൽ അത്ഭുതം പൂണ്ടു. അവൾ അറിയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒളിപ്പിച്ച് വച്ചൊരു അനുരാഗത്തിൻ്റെ ഏട് അവളിൽ നിന്നും മറച്ചു പിടിക്കാനായി അവനൊരു ചിരിയുടെ ആവരണം അണിഞ്ഞു. കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.